സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ പ്ലസ് ടുയുടെ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 18 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ നെയിം ഇൻറ്റേർണൽ ട്രേഡ്, ആഭ്യന്തര വ്യാപാരം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻറ്റേർണൽ ട്രേഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡിൻ്റെ മീനിങ് നോക്കാനുണ്ട്, അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്, പിന്നെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്. അപ്പോൾ അതിനെ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്, ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. പിന്നെ ഹോൾസെയിൽ ട്രേഡേഴ്സിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ ഹോൾസെയിൽ ട്രേഡിൻ്റെ ആ ഒരു സർവീസസ് പ്രൊവൈഡ് ബൈ ഹോൾസെയിൽ ട്രേഡേഴ്സ്, അതുപോലെ റീറ്റെയിൽ ട്രേഡിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ റീറ്റെയിലേഴ്സ് നൽകുന്ന സേവനങ്ങൾ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള 4 ടൈപ്പായിട്ടുള്ള റീറ്റെയിലിംഗ് ലാർജ് സ്കെയിൽ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻസൊക്കെ എന്താണെന്ന് നോക്കാനുണ്ട്. പിന്നെ നമ്മുടെ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ചെയിൻ എങ്ങനെയാണ്, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ശൃംഖലയെ പറ്റിയിട്ട് നോക്കാനുണ്ട്. ഓക്കെ, അത്രയൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്കറിയാം ചാപ്റ്റർ നെയിം എന്താണ്, ഇൻറ്റേർണൽ ട്രേഡ്. അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡ് അഥവാ ആഭ്യന്തര കച്ചവടം എന്നത് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം ട്രേഡ് എന്താണെന്ന് നോക്കാം അല്ലേ. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപാരം. അപ്പം ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് വിച്ച് ഇൻവോൾവ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് ഫോർ മണി ഓർ മണീസ് വർത്ത്. അപ്പം നമ്മൾ പണം പ്രതിഫലമാക്കിക്കൊണ്ട് സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വ്യാപാരം അഥവാ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ പണം പ്രതിഫലമാക്കിക്കൊണ്ടിട്ട് സാധനങ്ങളോ ഗുഡ്സോ അല്ലെങ്കിൽ സേവനങ്ങളോ സർവീസസോ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു ട്രേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് ഇൻറ്റേർണൽ ട്രേഡ്, രണ്ടാമത്തതാണ് എക്സ്റ്റേണൽ ട്രേഡ്. അപ്പം ട്രേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്? ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇൻറ്റേർണൽ ട്രേഡാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ ട്രേഡ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് നോക്കാം മീനിങ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും വിൽക്കപ്പെടുന്നു എന്ന് നമുക്കറിയാം. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വാങ്ങലും വിൽപ്പനയും ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കുള്ളിൽ നടക്കുമ്പോൾ അതിന് ആഭ്യന്തര വ്യാപാരം എന്ന് വിളിക്കുന്നു. ഒരേ പ്രദേശത്തോ ഗ്രാമത്തിലോ പട്ടണത്തിലോ നഗരത്തിലോ വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഇത് നടന്നേക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലായിരിക്കാം. എന്നാൽ തീർച്ചയായും ഒരു രാജ്യത്തിനുള്ളിൽ വ്യാപാരം നടത്തുന്നതിനെ ആഭ്യന്തര വ്യാപാരം അല്ലെങ്കിൽ ഗാർഹിക വ്യാപാരം എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ ട്രേഡ് അഥവാ ആഭ്യന്തര വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിനകത്ത് നടത്തുന്ന കച്ചവടത്തെയാണ് ആഭ്യന്തര കച്ചവടം എന്ന് പറയുന്നത്. അപ്പോൾ ആഭ്യന്തര കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് നടത്തുന്ന അല്ലെങ്കിൽ ട്രേഡ് വിച്ച് ടേക്ക് പ്ലേസ് വിത്തിൻ എ കൺട്രി ഈസ് കോൾഡ് ഇൻറ്റേർണൽ ട്രേഡ്. ഒരു രാജ്യത്തിൽ തന്നെ നടത്തുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാങ്ങലും വിൽക്കലിനുമാണ് ആഭ്യന്തര കച്ചവടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ആഭ്യന്തര കച്ചവടത്തെ നമ്മൾ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആഭ്യന്തര കച്ചവടം അഥവാ ഇൻറ്റേർണൽ ട്രേഡിനെ വിളിക്കുന്ന രണ്ട് മറ്റു പേരുകളാണ് ഗാർഹിക വ്യാപാരം അല്ലെങ്കിൽ ആഭ്യന്തര വ്യാപാരം, ഹോം ട്രേഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ്. ഇതാണ് ഈ ഒരു ഇൻറ്റേർണൽ ട്രേഡിനെ വിളിക്കുന്ന മറ്റു പേരുകൾ. അപ്പോൾ ഒരു രാജ്യത്തിനകത്ത് നടത്തുന്ന കച്ചവടത്തെ നമ്മൾ ആഭ്യന്തര കച്ചവടം എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്. ഈ ഒരു ആഭ്യന്തര കച്ചവടം അല്ലെങ്കിൽ ആഭ്യന്തര വ്യാപാരത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, സാധനങ്ങളുടെ വാങ്ങലും വിൽപ്പനയും ഒരേ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നടക്കുന്നു. സെക്കൻഡ് പോയിന്റ്, സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള പേയ്മെൻറ്റ് മാതൃരാജ്യത്തിൻ്റെ കറൻസിയിലാണ് നടത്തുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഉൽപ്പാദകരും ഉപഭോക്താക്കളും ഇടനിലക്കാരും തമ്മിലുള്ള ഇടപാടുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ഇടനിലക്കാരൻ്റെയും ഏജൻസികളുടെയും ഒരു വിതരണ ശൃംഖല ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അവിടെ സാധനങ്ങളുടെ വാങ്ങലും വിൽപ്പനയും എവിടെയാണ് നടക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ അതിർക്കുള്ളിൽ ആ ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നടത്തുന്ന ഒരു കച്ചവടം അല്ലെങ്കിൽ വ്യാപാരമാണ് ഇൻറ്റേർണൽ ട്രേഡ്. അതാണ് ഒന്നാമത്തെ ഫീച്ചേഴ്സ്. പിന്നെ ഈ ഒരു നമ്മൾ ചെയ്യുന്ന
ഈ ഒരു സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നമ്മൾ പ്രതിഫലമായി നൽകുന്ന ഈ ഒരു പേയ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിയിൽ തന്നെ ആയിരിക്കും നമ്മൾ നടത്തുന്നത്. പിന്നെന്താണ്, ഈ ഒരു കണക്ഷൻ ഉണ്ടാവും. ഈ ഒരു പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ അതിലുള്ള മിഡിൽമെൻസും തമ്മിൽ എന്താണ്, ഈ ഒരു ഇൻറ്റേർണൽ ട്രേഡിൽ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇടപാടുകൾ ഉൾപ്പെടുന്നു എന്ന് പറയാം. പിന്നെ എന്താണ്, ഈ ഒരു ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഈ ഒരു കൈമാറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടനിലക്കാരുടെയും ഏജൻസികളുടെയും ഒരു വിതരണ ശൃംഖല ഇതിൽ ഉൾപ്പെടുന്നു. ആ ഒരു ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ നിലകൊള്ളുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു ഇൻറ്റേർണൽ ട്രേഡ് അല്ലെങ്കിൽ ആഭ്യന്തര വ്യാപാരത്തിൻ്റെ ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്. അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡ് മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2. അപ്പോൾ എന്താണ്, അതിൽ ഹോൾസെയിൽ ട്രേഡും ഉണ്ട്, റീറ്റെയിൽ ട്രേഡും ഉണ്ട്. അപ്പോൾ ചരക്കുകളുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആഭ്യന്തര വ്യാപാരത്തെ ഇപ്രകാരം തരംതിരിക്കാം. അപ്പോൾ ആ ഒരു ചരക്കുകളുടെ അളവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പം നമുക്ക് നോക്കാം മൊത്ത വ്യാപാരവും ചില്ലറ വ്യാപാരവും. അപ്പോൾ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഹോൾസെയിൽ ട്രേഡാണ്. അപ്പോൾ എന്താണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് നോക്കാം. മൊത്ത കച്ചവടക്കാർ ഭാരിച്ച അളവിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങുകയും താരതമ്യേന കുറഞ്ഞ അളവിൽ അവ ചില്ലറ കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ കൂടിയ അളവിൽ ഉൽപ്പന്നങ്ങൾ ആവശ്യമാണെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽപ്പന നടത്തുകയും ചെയ്തേക്കാം. ഇവർ വളരെ പരിമിതമായ ഇനം ഉൽപ്പന്നങ്ങളുടെ ഇടപാടുകളാണ് നടത്തുക. ഇരുമ്പുരുക്ക്, തുണിത്തരങ്ങൾ, വൈദ്യുതോപകരണങ്ങൾ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക തരം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകളായിരിക്കും മൊത്ത കച്ചവടക്കാർ ഏർപ്പെടുന്നത്. ഇതിവിടെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ, മൊത്ത കച്ചവടക്കാർ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പിന്നീട് നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ എന്താ കൊടുത്തത്, സാധനങ്ങൾ വൻതോതിൽ വാങ്ങുകയും അവ മറ്റു കച്ചവടക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് മൊത്ത കച്ചവടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോൾസെയിൽ ട്രേഡ് അഥവാ മൊത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡ്യൂസറിൽ നിന്നോ അല്ലെങ്കിൽ മാനുഫാക്ചറിൽ നിന്നോ ഹോൾസെയിലേഴ്സ് ബൾക്ക് എമൗണ്ടിൽ സാധനം വാങ്ങിച്ചിട്ട് ആർക്ക് വിൽക്കുന്നു, റീറ്റെയിലേഴ്സിന് വിൽക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹോൾസെയിൽ ട്രേഡ് അഥവാ മൊത്ത കച്ചവടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹോൾസെയിലേഴ്സ് ഈ ഒരു അതിൻ്റെ ഉൽപ്പാദകരിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറിൽ നിന്നോ അല്ലെങ്കിൽ മാനുഫാക്ചറിൽ നിന്നോ ബൾക്കായിട്ട് വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരത് സ്റ്റോർ ചെയ്തിട്ട് റീറ്റെയിലേഴ്സിന് ഈ ഒരു ചെറുകിട കച്ചവടക്കാർക്ക് ചെറിയൊരു എമൗണ്ടിൽ അവർ സാധനം വിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ഹോൾസെയിലേഴ്സ് ഡീൽ ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റീസ് ഓഫ് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ ആയിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് ആ സാധനങ്ങൾ എന്താണ്, കൂട്ടിയ എമൗണ്ടിൽ അല്ലെങ്കിൽ വലിയൊരു തോതിൽ വലിയൊരു എമൗണ്ടിൽ അവർ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങി വെക്കുന്നു. എന്നിട്ട് അത് ചെറിയ തോതിൽ റീറ്റെയിലേഴ്സിന് ചില്ലറ കച്ചവടക്കാർക്ക് വിപണനം ചെയ്യുകയാണ് ഈ ഒരു ഹോൾസെയിലേഴ്സ് ചെയ്യുക. അപ്പോൾ ഹോൾസെയിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സെയിലാണ്. അവിടെ എന്താണ്, കൺസ്യൂമേഴ്സിന് നേരിട്ട് ഹോൾസെയിലേഴ്സുമായിട്ട് ബന്ധമില്ല. ഹോൾസെയിലേഴ്സ് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് സാധനം വാങ്ങിച്ചിട്ട് ആ റീറ്റെയിലേഴ്സാണ് കൺസ്യൂമേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലോട്ട് സാധനം വിൽക്കുന്നത് ഈ ഒരു റീറ്റെയിലറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോൾസെയിലിന് ഒരു ഇൻഡയറക്റ്റ് സെയിലാണ് അവിടെ നടത്തുന്നതെന്ന് പറയാം. പിന്നെ ഈ ഒരു ഹോൾസെയിലറിന് ഒരു മിഡിൽ മാൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് കൺസ്യൂമർ. ഈ ഒരു ഹോൾസെയിലേഴ്സിന് അല്ലെങ്കിൽ മൊത്ത കച്ചവടക്കാർക്ക് ഒരു ഇടനിലക്കാരുണ്ടാവും. ഇടനിലക്കാർ വഴിയാണ് കൺസ്യൂമേഴ്സിലോട്ട് സാധനം എത്തുക. ഈ മിഡിൽ മാൻ എന്ന് പറയുന്നതാണ് റീറ്റെയിലേഴ്സ്. പിന്നെ എന്താണ്, നമുക്കറിയാം ഇവരെ വളരെ പരിമിതമായ ഇനം ഉൽപ്പന്നങ്ങളുടെ ഇടപാടുകളാണ് നടത്തുക. അതാണ് ഈ ഒരു ഇരുമ്പുരുക്ക്, തുണിത്തരങ്ങൾ, വൈദ്യുതോപകരണങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമായിരിക്കും അവരവിടെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അത് ബൾക്ക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ടിലാണ് സാധനം വിൽക്കുക. ഓക്കെ, ആ ഒരു പ്രത്യേകതരം ഉൽപ്പന്നങ്ങളും ബന്ധപ്പെട്ടായിട്ടാണ് അവരുടെ ഡീലിങ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്ന ഡെഫിനേഷൻ എന്തായിരുന്നു, സാധനങ്ങൾ വൻതോതിൽ വാങ്ങുകയും അവ മറ്റ് കച്ചവടക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് മൊത്ത കച്ചവടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോൾസെയിൽ ട്രേഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഹോൾസെയിലേഴ്സ്. അപ്പോൾ ഈ ഒരു ഹോൾസെയിലർ നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് തരുന്നതെന്ന് നോക്കാം. സർവീസ് ടു മാനുഫാക്ചേഴ്സിന് എന്തൊക്കെ സർവീസാണ് അവർ നൽകുന്നത്, ബൾക്ക് ബൈ. അപ്പോൾ ഒരു വലിയ തോതിൽ ഈ ഒരു ഉൽപ്പാദകരിൽ നിന്ന് ഇവർ സാധനങ്ങൾ എന്താണ് വാങ്ങിക്കുമ്പോൾ അവർക്ക് എന്താണ് ക്യാഷ് കിട്ടുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ബൾക്ക് ബൈയിങ് എന്ന് പറയുമ്പോൾ മൊത്ത കച്ചവടക്കാർ ധാരാളം ചില്ലറ വ്യാപാരികളിൽ നിന്ന് ഓർഡറുകൾ ശേഖരിക്കുകയും നിർമ്മാതാക്കളിൽ നിന്ന് വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ബൾക്ക് ബൈയിങ്. നെക്സ്റ്റ് പോയിന്റ്, വെയർ ഹൗസിങ്. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടക്കാർ അവരുടെ സ്വന്തം വെയർ ഹൗസ് വലിയ സ്റ്റോക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിലൂടെ നിർമ്മാതാക്കൾ സംഭരിക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാൽ നിർമ്മാതാവ് സംഭരണത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു. അപ്പോൾ വെയർ ഹൗസിങ് ചെയ്യുന്നത് ഈ ഒരു ഹോൾസെയിലേഴ്സ് എന്താണ്, ബൾക്കായിട്ട് ഇവരുടെ അടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോട് എന്താണ് ആ ആളുകൾക്ക് അവിടെ സ്റ്റോർ ചെയ്യേണ്ട അല്ലെങ്കിൽ വെയർ ഹൗസിൽ സാധനങ്ങൾ വെക്കേണ്ട സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ആർക്ക്, ഈ ഒരു പ്രൊഡ്യൂസേഴ്സിന്. അതുകൊണ്ട് എന്താണ് അവരതിൽ നിന്ന് ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഹോൾസെയിലേഴ്സ് ആയിരിക്കും ഈ ഒരു സാധനം വെയർ ഹൗസിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് ആര് മോചിതരാകുന്നു? പ്രൊഡ്യൂസേഴ്സ് ഓർ മാനുഫാക്ചേഴ്സ്. നെക്സ്റ്റ് സർവീസ് എന്താണ്? സർവീസ് ടു റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിന് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? റെഗുലർ സപ്ലൈ. ഫസ്റ്റ് പോയിന്റ് ആണ് റെഗുലർ സപ്ലൈ. മൊത്ത കച്ചവടക്കാർ ചില്ലറ വ്യാപാരികൾക്കായി ഒരു വലിയ സ്റ്റോക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്നു. എല്ലായ്പ്പോഴും സാധനങ്ങൾ ലഭ്യമാണെന്ന് അവർ ഉറപ്പാക്കുന്നു. ഈ രീതിയിൽ അവർ ചില്ലറ വ്യാപാരികൾക്ക് പതിവായി സാധനങ്ങൾ വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇവരുമായിട്ടൊരു കണക്ഷൻ ആർക്ക് വരും? റീറ്റെയിലേഴ്സിന് വരും. അപ്പോൾ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈ റീറ്റെയിലേഴ്സ് അവരുടെ സ്റ്റോക്ക് കഴിയുന്നതിനനുസരിച്ച് ഈ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് ബൾക്കായിട്ട് ഈ ഒരു സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെന്താണ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇവരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും. അതാണ് ഈ ഒരു ഹോൾസെയിലേഴ്സ് റെഗുലറായിട്ട് ഇവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫിനാൻഷ്യൽ ഹെൽപ്പ്. ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ മൊത്ത കച്ചവടക്കാർ പൊതുകടത്തിൽ ചില്ലറ വ്യാപാരികൾക്ക് സാധനങ്ങൾ വിൽക്കുന്നു എന്ന് വെച്ചാൽ ക്രെഡിറ്റിന് സാധനം കൊടുക്കും. ഈ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് ക്രെഡിറ്റിന് സാധനം കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? മൊത്ത കച്ചവടക്കാർ പൊതുകടത്തിൽ ചില്ലറ വ്യാപാരികൾക്ക് സാധനങ്ങൾ വിൽക്കുന്നു. നടത്തിയ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ചില്ലറ വ്യാപാരികൾ മൊത്ത കച്ചവടക്കാർക്കും പണം നൽകും. അതിനാൽ കുറഞ്ഞ മൂലധനത്തിൽ അവർക്ക് എളുപ്പത്തിൽ പ്രശസ്ത ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയും. ഓക്കെ, അതവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത്? ഇതിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുന്നുണ്ട് ആർക്ക്? ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന്. എന്താണ് ഈ ഇവർ ഹോൾസെയിലേഴ്സ് എന്താണ് ക്രെഡിറ്റിന് സാധനം എടുക്കാൻ റീറ്റെയിലേഴ്സിന് അനുമതി നൽകുന്നു. അപ്പോൾ അവർക്ക് സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനനുസരിച്ച് ക്യാഷ് കൊടുത്താൽ മതി. പിന്നെ ഇവർ വീണ്ടും സാധനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവുന്നു. അതുപോലെ അവരുടെ ഈ ഒരു മൊത്ത കച്ചവടക്കാർക്ക് അവർ ആ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ പണം നൽകുകയാണ് ചെയ്യുക. അതുകൊണ്ട് എന്താണ് അവരുടെ ആ ഒരു പെയ്ഡപ്പ് ക്യാപിറ്റലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൂലധനം എന്ന് പറയുന്നത് എന്താണ് ചെറിയ രീതിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അവർക്ക് എന്ത് ബിസിനസ്. നെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മൊത്ത കച്ചവടക്കാർ അവരുടെ നല്ലതിനെ പതിവായി പരസ്യം ചെയ്യുന്നതിനാൽ സാധനങ്ങൾ വിൽക്കുന്ന പ്രക്രിയ എളുപ്പമാകും. ഈ ഒരു ഹോൾസെയിലേഴ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മൊത്ത കച്ചവടക്കാർ അവരുടെ നല്ലതിനെ അല്ലെങ്കിൽ അവരുടെ എന്താണോ പ്രൊഡക്റ്റ് ആ ഒരു പ്രൊഡക്റ്റിനെ അവർ പതിവായിട്ട് പരസ്യം ചെയ്യുന്നത് കൊണ്ട് അവരുടെ സാധനങ്ങൾ വിൽക്കുന്ന പ്രക്രിയ അവരുടെ ആ സെല്ലിങ് എന്താണ് ഈസി ആയിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് മാർക്കറ്റ് ഇൻഫർമേഷൻ. മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടക്കാർ ചില്ലറ വ്യാപാരികൾക്ക് പുതിയ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള കാലികമായ വിവരങ്ങൾ നൽകുന്നു. കച്ചവടക്കാർക്ക് വില, ഗുണനിലവാരം, വാങ്ങുന്ന സമയം തുടങ്ങിയ കാര്യങ്ങളിൽ ചില്ലറ വ്യാപാരികളെ ഉപദേശിക്കുന്നു. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഇൻഫർമേഷൻ, അപ്പോൾ ഹോൾസെയിലേഴ്സ് ആണല്ലോ ആരുടെ അടുത്തുനിന്ന് സാധനം വാങ്ങുക, ഈ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തുനിന്ന് സാധനം വാങ്ങിക്കുക. അപ്പോൾ അവർക്ക് അവരെ മാർക്കറ്റിനെ പറ്റിയിട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ അറിയും. അപ്പോൾ അവരായിരിക്കും റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു സാധനങ്ങളുടെ അവർ എടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മയെ പറ്റിയിട്ടും അതുപോലെ ആ ഒരു ഗുണനിലവാരത്തിനും അതുപോലെ അവരുടെ ആ ഒരു കച്ചവടത്തിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും ഈ ഒരു ഹോൾസെയിലേഴ്സ് ആയിരിക്കും റീറ്റെയിലേഴ്സിന് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും അവർ നൽകുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർ നൽകുന്ന ഒരു സർവീസാണ്. നെക്സ്റ്റ് റിസ്ക് പ്രൊട്ടക്ഷൻ. റിസ്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്ത കച്ചവടക്കാർ സാധനങ്ങളുടെ വലിയ സ്റ്റോക്ക് സൂക്ഷിക്കുകയും കടത്തിൽ ചില്ലറ വ്യാപാരികൾക്ക് വിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ചില്ലറ വ്യാപാരികൾക്ക് അപകട സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ റിസ്ക് പ്രൊട്ടക്ഷൻ എന്താണെന്ന് ഉദ്ദേശിച്ചാൽ ഈ ഒരു ഹോൾസെയിലേഴ്സ് അവരുടെ സാധനങ്ങൾ വലിയ രീതിയിലാണ് അത് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെന്താണ് ഈ ഒരു റീറ്റെയിലേഴ്സിന് അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ക്രെഡിറ്റിനൊക്കെ സാധനം കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് അധികം റിസ്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റീറ്റെയിൽ ട്രേഡ്. റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില്ലറ വ്യാപാരം അല്ലെങ്കിൽ ചില്ലറ കച്ചവടം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ചില്ലറ വ്യാപാരം എന്നാൽ എന്താണ്?
ചില്ലറ വ്യാപാരം എന്നത് നിർമ്മാതാക്കളിൽ നിന്നോ മൊത്തം കച്ചവടക്കാരിൽ നിന്നോ സാധനങ്ങൾ വാങ്ങുകയും ആത്യന്തിക ഉപഭോക്താക്കൾക്ക് വിൽക്കുകയും ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ചില്ലറ വ്യാപാരി സാധാരണയായി വിവിധ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നു. ചില്ലറ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ചില്ലറ വ്യാപാരികൾ എന്ന് വിളിക്കുന്നു. ചില്ലറ വ്യാപാരികൾ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ചെറിയ അളവിൽ സാധനങ്ങൾ നൽകുന്നു. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് മൊത്തക്കച്ചവടക്കാരിൽ നിന്നും ഉൽപ്പാദകരിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയും ആവശ്യാനുസരണം ചില്ലറയായി വിൽപ്പന നടത്തുകയും ചെയ്യുന്നതിനെയാണ് ചില്ലറ കച്ചവടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു ഹോൾസെല്ലേഴ്സിൻ്റെ അടുത്തുനിന്ന് ഈ ഒരു റീറ്റെയിലേഴ്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അവരായിരിക്കും കൺസ്യൂമേഴ്സിലോട്ട് സാധനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ അവർ ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവും. ഈ ഒരു റീറ്റെയിലേഴ്സിന് അവരെല്ലാ ഹോൾസെയിലേഴ്സിനും കുറച്ച് എല്ലാ ടൈപ്പ് പ്രൊഡക്ട്സുകളും വാങ്ങി വെക്കും. എന്നിട്ട് എന്താണ്, അവരൊരു സ്റ്റോർ നടത്തുന്നുണ്ടാവും. എന്നിട്ട് അവരാണ് ഈ ഒരു കൺസ്യൂമേഴ്സിലോട്ട് സാധനങ്ങൾ ഡയറക്റ്റായിട്ട് എത്തിക്കുന്നത്. ഈ ഒരു ചില്ലറ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഒരു റീറ്റെയിൽ ട്രേഡിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ചില്ലറ വ്യാപാരികൾ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സാധനം വാങ്ങിക്കുക? ഹോൾസെല്ലേഴ്സിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റ് സാധനം വാങ്ങിയിട്ട് അവർ കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്നു. ഹോൾസെല്ലേഴ്സ് എന്താ ചെയ്യുന്നത്? ഹോൾസെല്ലേഴ്സ് മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തുനിന്ന് സാധനങ്ങൾ ഡയറക്റ്റ് വാങ്ങിയിട്ട് റീറ്റെയിലേഴ്സിന് ആണ് കൊടുക്കുന്നത്. ഈ റീറ്റെയിലേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഹോൾസെല്ലേഴ്സിൻ്റെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് കൺസ്യൂമേഴ്സിലോട്ടാണ് ഇത് ഡയറക്റ്റ് എത്തിക്കുന്നത്. ഓക്കെ, മൊത്ത കച്ചവടക്കാരിൽ നിന്ന് ഉൽപ്പാദകരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും അത് അവരുടെ ആവശ്യാനുസരണം കുറച്ചായിട്ട് അല്ലെങ്കിൽ ചില്ലറയായിട്ട് വിൽപ്പന നടത്തുകയും ചെയ്യുന്നതിനാണ് ചില്ലറ കച്ചവടം അഥവാ റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീറ്റെയിൽ ട്രേഡ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ചില്ലറ വ്യാപാരത്തിൽ പൊതുവെ വിവിധ ഇനങ്ങളുടെ ഇടപാട് ഉൾപ്പെടുന്നു. ഒരു ചില്ലറ വ്യാപാരി ഉൽപ്പാദകരിൽ നിന്നും മൊത്ത കച്ചവടക്കാരിൽ നിന്നും മൊത്തമായി വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ചെറിയ അളവിൽ വിൽക്കുന്നു. ചില്ലറ വ്യാപാരം സാധാരണയായി പ്രധാന മാർക്കറ്റ് ഏരിയ സമീപത്താണ് നടത്തുന്നത്. നെക്സ്റ്റ്, മൊത്ത കച്ചവടക്കാരിൽ നിന്ന് കടം വാങ്ങുന്നതും വിൽക്കുന്നതും സാധാരണയായി ചില്ലറ വ്യാപാരത്തിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഒരു ചില്ലറ വ്യാപാരിക്ക് നിർമ്മാതാവുമായി പരോക്ഷമായ ബന്ധമുണ്ട്, ഉപഭോക്താക്കളുമായി നേരിട്ടും ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് റീറ്റെയിൽ ട്രേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? കുറേ സാധനങ്ങളുടെ ഒരു ഇടപാടായിരിക്കും റീറ്റെയിലേഴ്സ് നടത്തുന്നുണ്ടാവും. അപ്പോൾ പൊതുവേ ഇവർ വിവിധ പ്രൊഡക്റ്റുകൾ ഇവർ ഡീൽ ചെയ്യുന്നുണ്ടാവും. ഹോൾസെയിലേഴ്സ് എങ്ങനെയായിരുന്നു? ഒരു നിശ്ചിതം അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റേ അവർ കൈകാര്യം ചെയ്യുള്ളൂ. പക്ഷേ റീറ്റെയിലേഴ്സ് എന്താണ്, കുറേ പ്രൊഡക്ട്സ് ഇവർ കൈകാര്യം ചെയ്തിട്ട് കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ചില്ലറ വ്യാപാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ വാങ്ങുന്നത് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഹോൾസെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഉൽപ്പാദകരിൽ നിന്നോ മൊത്തമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവർ കൺസ്യൂമേഴ്സിന് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ചായിട്ടാണ് വിൽക്കുന്നത്. പിന്നെന്താണ്, ഇത് പ്രധാനമായിട്ടും ഏതൊരു ഏരിയയിലാണ് ഉണ്ടാവുക? ഒരു പ്രധാന മാർക്കറ്റ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഈ ഒരു റീറ്റെയിലേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡ് നടത്തുന്നത് ഈ ഒരു പ്രത്യേകിച്ച് ഒരു മാർക്കറ്റ് ഒരു ഏരിയയിലായിരിക്കും ഇവർ നടത്തുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു സിറ്റി സൈഡിലൊക്കെ ആയിരിക്കും ഈ റീറ്റെയിലേഴ്സ് ഉണ്ടാവുക. പിന്നെന്താണ്, ഈ മൊത്ത കച്ചവടക്കാരിൽ നിന്ന് കടം വാങ്ങുന്നതും അതുപോലെ വിൽക്കുന്നതും ഒക്കെ എന്താണ് ഈ ഒരു ചില്ലറ വ്യാപാരത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവർ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് ക്രെഡിറ്റിന് സാധനം വാങ്ങിക്കുന്നതും ഇവരുടെ ഒരു സവിശേഷതയാണ്. പിന്നെ എന്താണ്, ചില്ലറ വ്യാപാരി ഈ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിന് ഈ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഉൽപ്പാദകരുമായിട്ട് എന്താണ് ഡയറക്റ്റ് ബന്ധമുണ്ടോ? ഒരു പരോക്ഷമായിട്ടുള്ള ബന്ധമാണുള്ളത്. ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവർക്ക് ഉപഭോക്താക്കളുമായിട്ടാണ് നേരിട്ട് ബന്ധമുണ്ടാവുക. കാരണം എന്താണ്, ഇവർ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തു നിന്നാണ് സാധനം വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഉൽപ്പാദകരുമായിട്ട് ഒരു ഡയറക്റ്റ് ബന്ധം വരുന്നില്ല. അവർ സാധനങ്ങൾ ഡയറക്റ്റ് എത്തിക്കുന്നത് കൺസ്യൂമേഴ്സിലോട്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് കൺസ്യൂമേഴ്സായിട്ടാണ് നേരിട്ട് ബന്ധം ഉണ്ടാവുക. പക്ഷെ ഹോൾസെല്ലേഴ്സിന് കൺസ്യൂമേഴ്സായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ല. കാരണം അവർ റീറ്റെയിലേഴ്സ് വഴിയാണ് സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് റീറ്റെയിലേഴ്സുമായിട്ടാണ് കണക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീറ്റെയിൽ ട്രേഡ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സർവീസസ് പ്രൊവൈഡഡ് ബൈ റീറ്റെയിലേഴ്സ് ആണ്. അപ്പോൾ എന്തൊക്കെ സർവീസാണ് റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? സർവീസ് ടു കൺസ്യൂമേഴ്സിന് എന്തൊക്കെ സർവീസസ് ആണ് നൽകുന്നതെന്ന് നോക്കാം. ചരക്കുകളുടെ പതിവ് വിതരണം. അപ്പോൾ റീറ്റെയിലേഴ്സ് ആണ് കൺസ്യൂമേഴ്സിലോട്ട് സാധനങ്ങൾ എത്തിക്കുന്നത്. അപ്പം ചില്ലറ വ്യാപാരികൾ സാധനങ്ങളുടെ റെഡി സ്റ്റോക്ക് സൂക്ഷിക്കുന്നു, എന്നിട്ട് വിൽപ്പന നടത്തുന്നു. ഈ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യപ്രകാരം വിൽപ്പന നടത്തുന്നത് റീറ്റെയിലേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ്
സൗകര്യപ്രദമായ സ്ഥലം. റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. മണിക്കൂറുകളോളം തുറന്നിരിക്കും. ഉപഭോക്താക്കൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചില്ലറ വ്യാപാരികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം. ഓക്കെ, അപ്പോൾ അവർ സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാവും. അപ്പോൾ റീറ്റെയിലേഴ്സ് എവിടെയായിരിക്കും മെയിൻ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ, നമ്മുടെ ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയകളിലും അതുപോലെ ഒരു എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ എത്ര നേരം വേണമെങ്കിലും ആ ഒരു ഷോപ്പാണെങ്കിൽ ആ ഒരു ഷോപ്പ് അവിടെ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഉപഭോക്താക്കൾക്ക് അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഏതൊരു സമയത്തും പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ എന്താണ് അവർ കൺസ്യൂമേഴ്സ് നൽകുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ വിശാലമായ തെരഞ്ഞെടുപ്പ്. എന്താണെന്ന് വെച്ചാൽ ചില്ലറ വ്യാപാരികൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നു. ഉപഭോക്താക്കൾക്കെല്ലാം ഒരു മേൽക്കുരയിൽ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന അതിനാൽ ചില്ലറ വ്യാപാരികൾ വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വിശാലമായ തെരഞ്ഞെടുപ്പ് നൽകുന്നു. എന്ന് വെച്ചാൽ അവർക്ക് എന്താണ് ചോയ്സ് ഉണ്ട്. ഈ ഒരു കൺസ്യൂമേഴ്സിന് എന്താണ് വൈഡ് വെറൈറ്റീസ് ഓഫ് ചോയ്സസ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു അച്ചാറാണ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പിക്കിൾ ഇതാണ് വാങ്ങിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അത് പല ബ്രാൻഡിൻ്റെത് പല കമ്പനീസിൻ്റെ ഫുഡ് പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവും. അതുപോലെ അതിൻ്റെ എല്ലാ ടൈപ്പ് ക്വാണ്ടിറ്റിയിലുള്ളത് ഉണ്ടാവും, അതിൻ്റെ വേറെ കമ്പനീസിൻ്റെത് ഉണ്ടാവും. അങ്ങനെ റേറ്റ് കുറവുള്ളത് കൂടുതലുള്ളത് ക്വാണ്ടിറ്റി എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ടൈപ്പ് സാധനങ്ങൾ ഈ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ഈ കൺസ്യൂമേഴ്സിന് അവരുടെ ഇഷ്ടപ്രകാരം ചൂസ് ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു അവസരം ഈ ഒരു റീറ്റെയിലേഴ്സ് കൺസ്യൂമേഴ്സിന് നൽകുന്ന ഒരു സേവനമാണ്. ഓക്കെ, നെക്സ്റ്റ് കൺസ്യൂമേഴ്സിന് നൽകുന്ന ഒരു സേവനത്തിലുള്ളതാണ് ഹോം ഡെലിവറി. ഹോം ഡെലിവറി എന്ന് പറയുമ്പം അധികം നിരക്കുകളൊന്നും കൂടാതെ ചില്ലറ വ്യാപാരികൾ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നു. അവർക്ക് എന്താണ് ഹോം ഡെലിവറി ഉണ്ടാവും. ഇപ്പം സാധനങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് വീട്ടിലെത്തിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു റീറ്റെയിലേഴ്സിൻ്റെ അടുത്തുള്ളൊരു സംവിധാനമാണ്. നെക്സ്റ്റ് എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുമ്പം ഒരു പുതിയ ഉൽപ്പന്നം വിപണിയിൽ വരുമ്പോൾ ചില്ലറ വ്യാപാരി ആത്യന്തിക ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും വ്യക്തമായി വിശദീകരിക്കുന്നു. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സ് അത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സെയിൽസ്മാൻ എന്താണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും അതിന് വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് തരുന്നുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഓക്കെ, അപ്പോൾ അതും ഈ ഒരു സർവീസസ് ഇവർ ചെയ്യുന്ന ഒരു സർവീസസ് ആണ്. കൺസ്യൂമേഴ്സിലോട്ട് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ചെയ്യുന്ന ഒരു സർവീസസ് ആണ് കേട്ടോ. ഇനി അവർ ഹോൾസെല്ലേഴ്സിന് നൽകുന്ന സർവീസസ് എന്തൊക്കെയാണ്? ഈ ഒരു മൊത്ത കച്ചവടക്കാർക്ക് നൽകുന്ന സേവനം എന്താണ് റീറ്റെയിലേഴ്സ്? മാർക്കറ്റ് വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ചില്ലറ വ്യാപാരികൾ മൊത്തം കച്ചവടക്കാർക്ക് ഉപഭോക്താക്കളുടെ അതിരുകൾ, ഫാഷൻ മുതലായവ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റീറ്റെയിലേഴ്സ് എന്താണ് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് അവർ പർച്ചേസ് ചെയ്യുന്ന ഹോൾസെല്ലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കും. ആളുകളുടെ പ്രിഫറൻസ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അവരായിരിക്കും അവിടുത്തെ ആളുകളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരുന്നവർ. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഈ ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ആളുകൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഹോൾസെല്ലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്സ്, പുതിയ ഫാഷൻസ്, പുതിയ ചേഞ്ചസ് അതൊക്കെ എന്താണ് ഇങ്ങനത്തെ ഇൻഫർമേഷൻസൊക്കെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ഈ ഒരു ഹോൾസെല്ലേഴ്സിന് അവർ പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് വിതരണത്തിനുള്ള സഹായം. വിവിധ ഉപഭോക്താക്കളിൽ നിന്ന് ധാരാളം ചെറിയ ഓർഡറുകൾ ശേഖരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാരം ചില്ലറ വ്യാപാരികൾ നിർമ്മാതാക്കളെയും മൊത്തക്കച്ചവടക്കാരെയും ഒഴിവാക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ഹോൾസെല്ലേഴ്സിനെ മിഡിൽമെനിനെയൊക്കെ ഈ ഒരു റീറ്റെയിലേഴ്സ് ഒഴിവാക്കും. അപ്പം എന്നിട്ട് എന്താണ് അവർ കൺസ്യൂമേഴ്സിലോട്ട് നേരിട്ട് സാധനങ്ങൾ എത്തിക്കും. അവരെന്താണ് വിവിധ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറേ ഓർഡറുകൾ, ചെറിയ ഓർഡറുകളൊക്കെ ഡയറക്റ്റായിട്ട് ശേഖരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചില്ലറ വ്യാപാരികൾ ഈ ഒരു പ്രൊഡ്യൂസേഴ്സും ഹോൾസെല്ലേഴ്സും തമ്മിലുള്ള ആ ഒരു അവിടെ വരുന്ന ഒരു ഇടനിലക്കാരായിട്ട് ഇവരെ അവിടെ വരാൻ സമ്മതിക്കില്ല. അവർ നേരിട്ട് തന്നെ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ എന്താണ് കണ്ടെത്തി ഉപഭോക്താക്കളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇവർ ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കുന്നു. അവിടെ ഹോൾസെല്ലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും ഹോൾസെല്ലേഴ്സിനെയും മാനുഫാക്ചേഴ്സിനെയും ഇടപെടുത്തുന്നില്ല.
നെക്സ്റ്റ് വലിയ തോതിലുള്ള ഉൽപ്പാദനം. ചില്ലറ വ്യാപാരികൾ വലിയ തോതിൽ പ്രവർത്തിക്കാൻ നിർമ്മാതാക്കളെ സഹായിക്കുന്നു. അപ്പോൾ വലിയ തോതിലുള്ള ഉൽപ്പാദനം. അപ്പോൾ റീറ്റെയിലേഴ്സ് എന്താണ്, അവരുടെ അടുത്ത് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ ഹോൾസെല്ലേഴ്സിൻ്റെ അടുത്ത് എന്താണ്, ഇനി നമുക്ക് നോക്കാനുള്ളത് ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ആ ഒരു വിതരണ ശൃംഖലയുടെ ആ ഒരു ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് എന്താണ് ഹോൾസെല്ലേഴ്സിന് ബൾക്കായിട്ട് സാധനം ഹോൾസെല്ലേഴ്സ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് വാങ്ങിക്കുന്നു. ഈ ഹോൾസെല്ലേഴ്സ് റീറ്റെയിലേഴ്സ് അവിടേക്ക് വാങ്ങിക്കുന്നു. പിന്നെ റീറ്റെയിലേഴ്സ് ആണ് കൺസ്യൂമറിലോട്ട് എത്തിക്കുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് ടു ഹോൾസെല്ലേഴ്സ് ടു റീറ്റെയിലേഴ്സ് ടു കൺസ്യൂമേഴ്സ്. ഇതാണ് നമ്മുടെ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു വിതരണ ശൃംഖല എങ്ങനെയാണ്? അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്താണ്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആര് ബൾക്കായിട്ട് സാധനം വാങ്ങിക്കുന്നു? ഹോൾസെല്ലേഴ്സ് ബൾക്കായിട്ട് സാധനം വാങ്ങിക്കുന്നു. ഈ ഹോൾസെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് ആരാണ് സാധനം ചെറിയ രീതിയിൽ വാങ്ങിക്കുന്നത്? റീറ്റെയിലേഴ്സ് ഹോൾസെല്ലേഴ്സിൻ്റെ സാധനങ്ങൾ ചെറിയ രീതിയിൽ വാങ്ങിക്കുന്നു. ഈ റീറ്റെയിലേഴ്സ് ആർക്ക് വിൽക്കുന്നു? കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് അവരുടെ ആവശ്യാനുസരണം വിൽക്കുകയാണ് ചെയ്യുക. അതാണ് പ്രൊഡ്യൂസേഴ്സ്, ഹോൾസെല്ലേഴ്സ്, റീറ്റെയിലേഴ്സ്, കൺസ്യൂമേഴ്സ്. ഈ ഒരു പാറ്റേൺ നിങ്ങൾ വരച്ച് വെക്കുക കേട്ടോ. ഈ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഫസ്റ്റ് വരിക, പിന്നെ ഹോൾസെയിലേഴ്സ്, പിന്നെ റീറ്റെയിലേഴ്സ്, ലാസ്റ്റ് കൺസ്യൂമേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് മിഡിൽമാൻ ഇൻ ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇടനിലക്കാരൻ്റെ ആ ഒരു റോൾ എന്താണെന്നാണ്, ആ ഒരു വിതരണ ശൃംഖലയിൽ അവരുടെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇടനിലക്കാർ മൊത്ത കച്ചവടക്കാരോ അല്ലെങ്കിൽ ചില്ലറ കച്ചവടക്കാരോ ആയിരിക്കാം. ഉൽപ്പാദകരിൽ നിന്ന് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നവരാണ് മൊത്ത കച്ചവടക്കാരൻ. എന്നാൽ ഉൽപ്പാദകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യാനുസരണം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവരെയാണ് ചില്ലറ കച്ചവടക്കാർ എന്ന് പറയുന്നത്. ഇപ്പോൾ വിതരണ പ്രക്രിയയിലുള്ള മധ്യവർത്തികളുടെ ഈ സാന്നിധ്യമാണ് പരോക്ഷ വിതരണ ശൃംഖല കെട്ടിപ്പടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മിഡിൽമാൻ അല്ലെങ്കിൽ ഈ ഒരു മിഡിൽമാൻ ആവുന്നത് ആരൊക്കെയാണ്? ഒന്നെങ്കിൽ അത് ഹോൾസെയിലേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് റീറ്റെയിലേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരാണ് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹോൾസെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അത് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നു. റീറ്റെയിലേഴ്സ് അത് കൺസ്യൂമേഴ്സിലോട്ടാണ് എത്തിക്കുന്നത്. അപ്പം വിതരണ പ്രക്രിയയിൽ ഈ ഒരു മധ്യവർത്തികളുടെ ഈ ഒരു സാന്നിധ്യമാണ് പരോക്ഷ വിതരണ ശൃംഖലയെ കെട്ടിപ്പടുക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫൈൻ ദ ടേം ഫ്രാഞ്ചൈസി. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കമ്പനി നടത്തുന്ന ബിസിനസ് ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത രീതിയിൽ നടത്തുന്നതിനെ മറ്റൊരു സ്വതന്ത്ര സ്ഥാപനത്തിന് അനുമതി നൽകിക്കൊണ്ട് ഇരു സ്ഥാപനങ്ങളും തമ്മിലുണ്ടാകുന്ന കരാറിനെ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നു. ഇത്തരം യൂണിറ്റുകൾ മുഖേന ബിസിനസ് വികസിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ബിസിനസ്സിനെ മറ്റൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന വേറൊരു കമ്പനി വന്നിട്ട് അവർക്ക് എന്താണ് ഈ ഒരു ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് സമ്മതം നൽകിക്കൊണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളും കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു കരാറിലേക്ക് വരുന്നതാണ് ഈ ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം യൂണിറ്റുകൾ മുഖേന എന്താണ് ബിസിനസ് ഡെവലപ്പ് ആവാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നെയിം എനി 4 types of large scale retailing business. ഈ ഒരു ജനറൽ സ്റ്റോർ അല്ലാതെ ലാർജായിട്ട് റീറ്റെയിലിംഗ് ചെയ്യുന്ന ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ബിസിനസ്സിൻ്റെ കുറച്ച് ടൈപ്സ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ മാനേജ്മെൻറ്റിന് കീഴിൽ ഒരൊറ്റ കെട്ടിടത്തിൽ ഓരോ ഇനത്തിൻ്റെ വിൽപ്പനയ്ക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന തോതിൽ അനേകം ഡിപ്പാർട്ട്മെൻറ്റുകൾ അടങ്ങിയ ഒരു വൻകിട ചില്ലറ വിൽപ്പന ശാഖയാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. അപ്പോൾ എന്താണ് നമുക്കറിയാം, ഒരു വലിയൊരു ഇപ്പോൾ ഒരു മാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ എന്താണ് ഒരു കെട്ടിടത്തിലായിരിക്കും ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവുക. അവിടെ എന്താണ് ഓരോ പ്രൊഡക്റ്റുകളും എന്താണ്
ഓരോ പ്രൊഡക്റ്റും എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇപ്പം നമുക്ക് വെജിറ്റബിൾസ് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നു, അതുപോലെ ഇപ്പോൾ നമുക്ക് ക്രോക്കറി ഐറ്റംസ് വേറൊരു ഏരിയയിൽ കിട്ടുന്നു. അങ്ങനെ പല ടൈപ്പായിട്ട് അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ചില്ലറ ബിസിനസ് ശാഖയാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറയുന്നത്. ഒരു വൻകിട ചില്ലറ വിൽപ്പന ശാഖയാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. അവിടെ എന്താണ് ഒരു കെട്ടിടത്തിന് കീഴിലായിരിക്കും, അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അതും എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചിട്ട് ഓരോ പ്രൊഡക്റ്റും ഓരോ സ്ഥാനത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന റീറ്റെയിലായിട്ട് ആളുകളിലോട്ട് സാധനങ്ങൾ എത്തിക്കുന്ന അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു സ്റ്റോറാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. അതൊരു ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ബിസിനസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ബിസിനസ് മൾട്ടിപ്പിൾ ഷോപ്പാണ്. നെക്സ്റ്റ് ഒരു റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ തരം സാധനങ്ങൾ മാത്രം വിൽക്കുന്നതിന് ഒരു ഉടമസ്ഥതയിലും മാനേജ്മെൻറ്റിലും ഉള്ളതും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായ ഒട്ടേറെ ശാഖകളോട് കൂടി ഒരു വൻകിട ചില്ലറ കച്ചവട സ്ഥാപനമാണ് മൾട്ടിപ്പിൾ ഷോപ്പ്. ഉടമസ്ഥതയും നിയന്ത്രണാധികാരം ഹെഡ് ഓഫീസിനാകും. അപ്പോൾ മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ഡിഫറെൻ്റ് ആണ്. മൾട്ടിപ്പിൾ ഷോപ്പിനെ മറ്റ് ചെയിൻ സ്റ്റോർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബ്രാഞ്ച് ഷോപ്പാണ്. അപ്പോൾ ഇത് ബ്രാഞ്ച് ഷോപ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റൻസ് ഉള്ള ഒരു കമ്പനി ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ എന്താണ് ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും. അത് സെൻട്രലൈസ്ഡ് ആയിരിക്കും ഈ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഗുഡ്സിലായിരിക്കും ഇവർ മെയിനായിട്ട് ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ മെയിനായിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരേ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മുടെ KFC, അതുപോലെ നമ്മൾ KFC ചിക്കിങ്, അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു ഔട്ട്ലെറ്റുകൾ ഉണ്ടാവില്ല, ബാറ്റ ഷോറൂം, ഇതൊക്കെ എന്താണ് മൾട്ടിപ്പിൾ ഷോപ്പിന് എക്സാമ്പിളാണ്. എന്ന് വെച്ചാൽ അവരെന്താണ് ഒരു സ്ഥലത്ത് അവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് മൾട്ടിപ്പിളായിട്ട് ബ്രാഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും എന്താണ് അവർ വിൽക്കുന്ന ഐറ്റംസ് സെയിം ആയിരിക്കും. എല്ലാ സ്ഥലത്തും ഇതിപ്പം KFC ആണെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന റെസിപ്പീസ് സെയിം ആയിരിക്കും. അതുപോലെ അവരുടെ ഔട്ട്ലെറ്റ്, അവരുടെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും, ആ ഷോപ്പിൻ്റെ തീം എല്ലാം ഒന്നായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഷോപ്പുകളെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം മെയിനായിട്ട് അവരുടെ ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്ന മാനേജ്മെൻ്റ് ഒക്കെ എന്താണ് സെൻട്രലൈസ്ഡ് ആയിരിക്കും. അതൊക്കെ ഒരു സ്ഥലത്തായിരിക്കും അതിൻ്റെ മൊത്തത്തിലുള്ള ഓവറോൾ കൺട്രോളിങ് വരുന്നത്. പക്ഷേ ഇവർ നിരവധി സ്ഥലങ്ങളിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതാണ് മൾട്ടിപ്പിൾ ഷോപ്പ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, നിങ്ങൾ ബാറ്റ ഷോപ്പ്, അതുപോലെ ഈ ഒരു KFC, ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എക്സാമ്പിൾ മൾട്ടിപ്പിൾ ഷോപ്പിന്. നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പം സൂപ്പർ മാർക്കറ്റിന് സെൽഫ് സർവീസ് സ്റ്റോർ എന്നും പറയും. ചില്ലറ വിൽപ്പനശാലയാണിത്. പിഞ്ഞാണങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മിഠായികൾ തുടങ്ങിയ എണ്ണമറ്റ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. ആവശ്യക്കാർ എടുക്കുന്ന സാധനങ്ങളുടെ വില കൗണ്ടറിൽ നൽകിയാൽ മതി. ഓക്കെ, അപ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു റൂഫിന് കീഴിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പായിരിക്കും ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ എന്താണ് സെൽഫ് സർവീസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് തന്നെ പോയിട്ട് എടുത്തിട്ട് ബില്ലിങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, മൾട്ടിപ്പിൾ ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്. ഇതെന്താണ് ലാർജ് സ്കെയിൽ റീറ്റെയിലിങ്ങിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ സഹകരണ സംഘത്തിൻ്റെ കീഴിലുള്ളതാണ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോർ. ഒരു പ്രത്യേക പ്രദേശത്തോ ഗ്രൂപ്പിൽ ഉപഭോക്താക്കൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു സൊസൈറ്റി രൂപീകരിച്ച് ചില്ലറ കച്ചവടം നടത്തുന്നു. ഡീലർമാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നു. കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതൊരു സഹകരണ സംഘത്തിൻ്റെ കീഴിലാണ് ഈ ഒരു കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ഇടയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്താണ് ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് അവിടെ എന്താണ് ചെറിയ പൈസയ്ക്ക് സാധനങ്ങൾ ഡീലർമാരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ചെറിയ രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് ആളുകളിലോട്ട് വിൽക്കുന്ന ഒരു രീതിയാണ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോർ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് ഇൻറ്റേർണൽ ട്രേഡാണ്. അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കച്ചവടമാണ്. ആഭ്യന്തര കച്ചവടം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു രാജ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിത്തിൻ ദ സ്റ്റേറ്റ് ആയിട്ടുള്ള